2 വർഷം മുമ്പ് ഞാനൊരു കല്യാണം കൂടി. ഒരു പെങ്കൊച്ചിനെ കെട്ടിച്ചു വിടുന്ന ഒരു കല്യാണമായിരുന്നു അത്. ഞാൻ വിചാരിച്ചു, ഇത്രയും പണക്കാരനാണോ ഈ മനുഷ്യൻ? അത്രയ്ക്കും പ്രൗഢമായ ഒരുക്കങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത്. ഓഡിറ്റോറിയം വലിയ പണക്കാർ പണം വാരി എറിഞ്ഞ് ചെയ്യുന്നത് പോലെ എല്ലാം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര അതിശയം തോന്നി. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ഇത്രയും പൈസയെല്ലാം മുടക്കി ഈ കല്യാണവും ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഈ മനുഷ്യൻ ഈ കടങ്ങൾ മുഴുവൻ വീട്ടാൻ വേണ്ടി എന്ത് ചെയ്യും? കടന്ന അവസ്ഥയായി പോകുമല്ലോ എന്നൊക്കെ ഞാൻ പലപ്പോഴും ആലോചിച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് കല്യാണം എല്ലാം നല്ല രീതിയിലൊക്കെ കഴിഞ്ഞു. അതിനൊക്കെ ശേഷം ഈ അടുത്താണ്, ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് അറിയുന്നത്, ആ മനുഷ്യൻ അന്നേ ആ മനുഷ്യൻ ആ കല്യാണം നടക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഷർട്ടിന് മേളിൽ കൂടെ തന്നെ കാണാം, ഇവിടെ എല്ലുകളെല്ലാം പൊങ്ങി അത്രയ്ക്കും സ്കെൽറ്റായിട്ട്. കാരണം അധ്വാനത്തിൻ്റെ അത്രമേൽ അധ്വാനത്തിൻ്റെത് മുഴുവൻ ആ ശരീരത്തിൽ കാണാനുണ്ടായിരുന്നു. ആ മനുഷ്യൻ തൻ്റെ മകളുടെ സന്തോഷത്തിന് വേണ്ടി സാമ്പത്തിക കഴിവ് അത്രമേലില്ല എങ്കിൽ പോലും അടുത്ത ഉണ്ടായിരുന്ന പണക്കാരൻ നടത്തിയ കല്യാണത്തിൻ്റെ കൊഴുപ്പുകളൊക്കെ കണ്ട് ഈ പെൺകുഞ്ഞിൻ്റെ മനസ്സിൽ ആ ഒരു ചിത്രമായിരുന്നു. എൻ്റെ കല്യാണത്തിന് ഇതില്ലെന്നുള്ള സങ്കടപ്പാട് കണ്ട് ആ അപ്പൻ ആ മകളുടെ കണ്ണുനീര് ഉണ്ടാവാതിരിക്കാൻ, ആ മകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആ അപ്പൻ എന്തൊക്കെ ചെയ്യാവോ അത് മുഴുവൻ ആ അപ്പൻ ചെയ്തു. കല്യാണം കഴിഞ്ഞു, അവർ പോയി. ഇതെല്ലാ കാര്യങ്ങളും കഴിഞ്ഞപ്പം മുതലേ ഈ മനുഷ്യൻ ഈ കുടുംബത്തെ കരകയറ്റി കടങ്ങളിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി ശേഷിച്ച കാലവും വീണ്ടും അധ്വാനം തുടങ്ങി. ഈ അധ്വാന കാലഘട്ടങ്ങളിൽ ഈ കെട്ടിച്ചു കഴിഞ്ഞു പോയ മകളോ മകളുടെ കുടുംബമോ തിരിഞ്ഞു നോക്കിയില്ല, കൂടെ ഉണ്ടായിരുന്ന മകനോ തിരിഞ്ഞു നോക്കിയില്ല. ലാസ്റ്റ് ഈ മനുഷ്യൻ തീരാ കടത്തിൽ പെട്ട് സർവ്വതും നശിച്ച് സങ്കടപ്പെട്ട് ഒരു ദിവസം കണ്ണുനീര് പൊഴിക്കുന്നത് കണ്ട് ഞാൻ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് എന്നോട് പറഞ്ഞത്, ഞാൻ എൻ്റെ മക്കള് സങ്കടപ്പെടാതിരിക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്തു, എല്ലാം വെറുതെ ആയിപ്പോയിന്ന് എനിക്കിപ്പോഴാണ് മോനെ മനസ്സിലായത്. എനിക്കൊരു ജപ്തി നോട്ടീസ് വന്നു, അതൊന്ന് പിടിച്ചു നിർത്താൻ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പം അപ്പം വരുത്തി വെച്ചത് അപ്പം തന്നെ അനുഭവിച്ചു എന്നാണ് എന്നോട് എൻ്റെ മക്കള് പറഞ്ഞത്. പഴയതുപടി പണിയെടുക്കാൻ ആരോഗ്യമില്ല, എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല മോനെ എന്ന് പറഞ്ഞ ആ മനുഷ്യൻ കണ്ണിൽ ഇരുട്ട് കയറുന്നത് കണ്ടു ഞാൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇല്ലാത്ത കടങ്ങൾ പേറി നിങ്ങൾ ഒരു കല്യാണവും കൊഴുപ്പും നടത്തരുത്. അത് ഇന്നൊരു ദിവസം കൊണ്ട് കഴിയും. നാളെ മുതൽ നമ്മൾ ഈ മേടിച്ചത് കൊടുത്തു വീട്ടാൻ വേണ്ടി അത്രമേൽ കഷ്ടപ്പെടേണ്ട അവസ്ഥയാണ് വരുന്നത്. എന്നാലും കൊടുത്തു വീട്ടാൻ പറ്റില്ല, ആരോഗ്യവും ചിലപ്പോൾ ക്ഷയിച്ചിട്ടുണ്ടാവും. നമ്മളുടെ ചുറ്റുവട്ടത്ത് നിന്നും അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളിൽ നിന്നും നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് നമ്മളുടെ ജീവിതത്തിലൊരു ഗുണപാഠമായിരിക്കും.